ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ്. ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിലിൻ്റെ കൂടെയും ഒക്കെ കോംബോ ആയിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി ക്ലീനാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ ചിക്കന് നല്ലോണം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ. എൻ്റെ ഈ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോഴത്തേക്കും നമുക്കൊരു 2 ഉള്ളി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇവയെല്ലാം ഒന്ന് കട്ടാക്കി ക്ലീനാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊന്നും തിന്നായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി അതിലൊന്ന് വാട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ആ ഉള്ളി നല്ലോണം ഒന്ന് വാടി വന്നിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അവ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 അണ്ടിപ്പരിപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വഴറ്റുന്ന സമയം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു ക്രീമി ആൻഡ് ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടും കറിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിട്ട് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ച് സമയം അത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചൂടാറി കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ഉള്ളി, പച്ചമുളക് അതെല്ലാം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കറിക്ക് ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. നല്ലോണം കൂട്ടാൻ നല്ല കുറുകി വരികയും ചെയ്യും. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓവർ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി കുക്കറിലേക്ക് ആ മിക്സ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കുക്കറിലേക്ക്. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. അതുകൊണ്ട് വെള്ളം കുറച്ച് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ തക്കാളി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടേ ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയമാണ് തക്കാളി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു വലിയ തക്കാളി തന്നെ കട്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് തക്കാളി കുറച്ച് അങ്ങനെ ഉടഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ടൊന്ന് വിസിൽ വരാൻ വേണ്ടി വെക്കാം. ഒരു 2 വിസിൽ വരെ ഞാൻ കറി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂണ് നിറച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയം കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് വേണോ നോക്കിയിട്ട് സമയം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു തേങ്ങൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കണം. ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം കൂടി ഇട്ടിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരക്കുന്നുണ്ട്.
അപ്പോഴത്തേക്കും ദാ നമ്മുടെ ചിക്കനെല്ലാം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കറിക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് നോക്കിയിട്ട് അത്രയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും നിങ്ങൾ ചേർത്ത് കൊടുത്തോ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസിൽ വെച്ചിട്ട് ഒരു തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കറി സെർവ് ചെയ്യാം. നല്ലൊരു ഫ്ലേവറിൽ തയ്യാറാക്കിയ ഒരു കറിൻ്റെ റെസിപ്പിയാണ് ഇത്. ഒരു വട്ടം നിങ്ങളിത് തയ്യാറാക്കി നോക്കിയാൽ പിന്നെ എപ്പോഴും നിങ്ങൾ ഈ ഒരു റെസിപ്പിയെ ചെയ്ത് നോക്കൂ, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ കറി സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഉള്ളിയൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ കറിയിലൊന്നും പൊറുക്കി കളയാനൊന്നും ഉണ്ടാകില്ല. കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോഴും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു ഈസി റെസിപ്പിയാണിത്. എപ്പോഴും തയ്യാറാക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള വെറൈറ്റി സ്റ്റൈലിലൊക്കെ കറികൾ തയ്യാറാക്കി നോക്ക്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ.